കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിത് ഇടാൻ കാരണം വേറെ ഒന്നല്ല, ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയതാണ് ഞാൻ. അപ്പോൾ വേറെ ഒന്നല്ല, അമൃതം പൊടിനെ ഞാൻ കുറച്ച് നല്ലോണം തേങ്ങയില്ലേ ഒരു നാളികേരം പൊടിയിട്ടിട്ട് ചിരവി അതിൽ കൂടെ അമൃതം പൊടി കൂടി ഇട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, പിന്നെ കുറച്ച് പഞ്ചസാര കുറച്ച് അധികം ഇട്ട് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ ആവി പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊഴുക്കട്ട, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇടാൻ കാരണം ഇതല്ല കേട്ടോ, നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഒരു സെക്കൻഡ്. അപ്പോൾ ചങ്കുകളെ ഞാൻ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശ ഉണ്ടാകും. ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മാവ് ഒഴിച്ചിട്ട് ശേഷം അതിന് നമുക്ക് ദോശയ്ക്കുള്ള പോലെ മാവ് മിക്സാക്കിയ ശേഷം അതിൽ നമ്മൾ ഫ്രഷായിട്ട് മുരിങ്ങയില ആഡ് ചെയ്തു. എന്നിട്ട് മുരിങ്ങയിലയിൽ നന്നായിട്ട് മിക്സാക്കണം. ഓക്കെ, അപ്പോൾ ഗോതമ്പ് മാവ് നമ്മൾ ദോശമാവ് പോലെ കലക്കിയ ശേഷം അതിൽ മുരിങ്ങയില ഊരിയിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കണം. നല്ല ടേസ്റ്റാണ്. അതിന് ചമ്മന്തി ഭയങ്കര ടേസ്റ്റാട്ടോ. ഇതിൽ വേണമെങ്കിൽ പച്ചമുളകും വലിയുള്ളി വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാനതൊന്നും ഇട്ടില്ല കേട്ടോ. ഞാൻ വെറും സിമ്പിളായിട്ട് മുരിങ്ങയുടെ ഇല ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദോശമാവ് ഗോതമ്പ് മാവാണ് കേട്ടോ. അത് ഒരിക്കൽ കൂടി പറയാം, ഗോതമ്പ് മാവ് എടുക്കുക, എന്നിട്ട് അതിന് നമ്മൾ ദോശയ്ക്ക് പോലെ മാവ് എടുക്കുക, അതിലൂടെ മുരിങ്ങയില ഊരിയിടുക, എന്നിട്ട് നമുക്ക് അത് ദോശ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊരു രക്ഷയില്ല, അമ്മാതിരി ടേസ്റ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ ചങ്കുകളെ ദോശക്കല്ല് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുരിങ്ങയില ഇട്ടിട്ടുള്ള ഗോതമ്പ് മാവില്ലേ, അത് മിക്സാക്കി വെച്ചത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഓക്കെ, നമ്മൾ മുരിങ്ങയില ഗോതമ്പ് മാവിൽ മുരിങ്ങയില മിക്സ് ആക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എന്നിട്ട് നമ്മളില്ലേ ഇതിലോട്ട് വാഴയില്ലേ വാഴയുടെ കണയുണ്ടല്ലോ, അപ്പോൾ ആ വാഴയുടെ കണ എടുത്തിട്ട് നമ്മൾ ഇതിലിങ്ങനെ എണ്ണ തെളിക്കണേ. ഞങ്ങൾ സ്പൂണൊന്നും അല്ല കേട്ടോ, ഇവിടെ പാലക്കാടായത് തന്നെ ഇങ്ങനെ വാഴ കണയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം എണ്ണ തൂവണം ഇതിൻ്റെ മുകളിൽ. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ദോശ ഈ ഭാഗം നല്ല ലെവലായിട്ടുണ്ട്. അപ്പോൾ അതിനെ മറിച്ചെടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ വാഴയുടെ തണ്ടില്ല, അതിനെ ഞങ്ങൾ വാഴങ്ങാണെന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എണ്ണ ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ വേറെ സംഭവം എണ്ണ തോന്നുന്നത് കൊണ്ട് ഉപയോഗിക്കാറില്ല, ഞങ്ങൾ വാഴയുടെ തണ്ടാണ് കേട്ടോ ഉപയോഗിക്കാറ്. ഓക്കെ, നിങ്ങൾ ഈ ദോശ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ നിങ്ങളോട് പറയും, ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയുമ്പോൾ അതൊരു ഇതുണ്ടായില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, ഭയങ്കര ടേസ്റ്റാട്ടോ. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഗോതമ്പ് ദോശ ആയിട്ടില്ല, നമ്മളതിനെ മറിച്ചെടുക്കാൻ പോകുന്നു കേട്ടോ. ഓക്കെ, ഓക്കെ, നല്ല സ്വാദിഷ്ടമായ ഗോതമ്പ് ദോശ, നല്ല ടേസ്റ്റാട്ടോ. മുരിങ്ങയുടെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇത് കൂടെ കഴിക്കാനായിട്ട്. ഓക്കെ, മുരിങ്ങ ദോശ കൂട്ടുകാരെ. അങ്ങനെ ഞാൻ അടുത്ത ദോശ ചുട്ടു. അതിൽ ഞാൻ ഇതേപോലെ എണ്ണ, അതായത് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ എടുക്കുന്നത്, ഇങ്ങനെ തെളിച്ചുണ്ടാകും. ഓക്കെ, അതിൻ്റെ മുകളിലൊന്നും തെളിച്ചു കൊടുക്കണേ എണ്ണ, അല്ലാതെ ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുരിങ്ങയുടെ ഇല ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അത് കഴിച്ചാൽ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ തന്നെ അറിയുള്ളൂ, പറഞ്ഞാൽ അറിയില്ല, അത്രയും ടേസ്റ്റാണ്. നല്ല മുരിച്ചെടുക്കണം കേട്ടോ ദോശ ഇടുന്നപ്പോൾ. ഏകദേശം ഞാൻ കാണിച്ചു തരാം. ദോശ ഉണ്ടാക്കുമ്പോൾ ഏകദേശം അതുപോലെ മുരിച്ചെടുക്കണം, അപ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. ഇത് നമുക്ക് ചമ്മന്തി, ഞാൻ തന്നെ ഉണ്ടാക്കിയ ചമ്മന്തി ഇവിടെ ഇട്ടിട്ട് പിന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ ചമ്മന്തി കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ രണ്ടാമത്തെ ദോശ മറിച്ചിടാൻ പോകണേ. ഇങ്ങനെ എല്ലാ ദോശകളും ചുട്ടെടുക്കുക. ഓക്കെ, അങ്ങനെ വീട്ടിൽ തന്നെ കാണിക്കുന്നു. ഇതേപോലെ ഗോതമ്പ് ദോശ ചുട്ടെടുക്കുക, ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ ചക്കിന് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശയായി മുരിങ്ങയിലിട്ടുള്ള ഗോതമ്പ് ദോശ ഞാൻ കഴിക്കാൻ പോകുന്നത്. അത് ഞാൻ ചട്നി അരച്ചെന്ന് പറഞ്ഞാൽ തേങ്ങ ഒരു കഷ്ണം കുറച്ച് പൊരി കടല
ചെറിയ ഇഞ്ചി പിന്നെ ഉപ്പ് അത് മിക്സിയിലടിച്ച ശേഷം നമ്മൾ എണ്ണ വെച്ചതാണ്. അപ്പം അങ്ങനെ അത് ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചങ്കുകളെ, അപ്പോൾ ഞാൻ നല്ല സ്വാദിഷ്ടമായ ഗോതമ്പ് ദോശ മുരിങ്ങയില മിക്സാക്കിയ ഗോതമ്പ് ദോശ കഴിക്കാൻ പോകണേ. ഒരുപാട് 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 ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യണം. ഭയങ്കര ടേസ്റ്റാണ്. വെരി ടേസ്റ്റി. എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. ഈ മുരിങ്ങയില ഇട്ടിട്ടുള്ള ദോശ ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ.